നിങ്ങൾക്കറിയുമോ, ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിനെ തുടർന്ന് വലിയ വിവാദങ്ങളും സംഭവ വികാസങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. സെൻസേഷണലായതും പൊതുപ്രാധാന്യമുള്ളതുമായ പ്രത്യേക വിഷയങ്ങളെക്കുറിച്ച് അന്വേഷിച്ച് വസ്തുതകൾ കണ്ടെത്താനും ആവശ്യമായ നടപടികളും പരിഹാര മാർഗങ്ങളും ശുപാർശകളും അടക്കം റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നിയോഗിക്കപ്പെടുന്ന ഒരു ബോഡിയാണ് ജുഡീഷ്യൽ എൻക്വയറി കമ്മീഷൻ. ഈ കമ്മീഷനുകൾ സുപ്രീം കോടതിയിലോ ഹൈക്കോടതിയിലോ ഉള്ള സിറ്റിംഗ് ജഡ്ജിയുടെ അല്ലെങ്കിൽ വിരമിച്ച ജഡ്ജിയുടെ നേതൃത്വത്തിലായിരിക്കും പ്രവർത്തിക്കുക. ജുഡീഷ്യൽ കമ്മീഷനുകൾക്ക് സെമി ജുഡീഷ്യൽ പവേഴ്സ് ഉണ്ട്. അവർക്ക് സാക്ഷികളെ വിളിച്ചു വരുത്താനും മൊഴി രേഖപ്പെടുത്താനും രേഖകൾ ഹാജരാക്കാൻ നിർബന്ധിക്കാനും കഴിയും. രേഖകൾ, സാക്ഷ്യപത്രങ്ങൾ, വിദഗ്ധരുടെ അഭിപ്രായങ്ങൾ എന്നിവയിലൂടെയാണ് കമ്മീഷൻ തെളിവുകൾ ശേഖരിക്കുന്നത്. അന്വേഷണം പൂർത്തിയാക്കിയ ശേഷം കമ്മീഷൻ സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിക്കും. ആ റിപ്പോർട്ട് സ്വീകരിക്കുകയോ നിരസിക്കുകയോ ചെയ്യാം. സർക്കാരിന് ആ റിപ്പോർട്ട് പരസ്യമാക്കാം. അതിലെ കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിൽ നയപരമായ തീരുമാനങ്ങളും ഭരണപരമായ പരിഷ്കാരങ്ങളും നിയമപരമായ നടപടികളും സ്വീകരിക്കാം. ശുപാർശകൾ നടപ്പിലാക്കാൻ ആക്ഷൻ പ്ലാൻ തയ്യാറാക്കാം. അല്ലെങ്കിൽ കൂടുതൽ അന്വേഷണങ്ങൾക്കും ഉത്തരവിടാം. എന്നിരുന്നാലും ഈ റിപ്പോർട്ടിൻ്റെ ഫലപ്രാപ്തി അതിലുള്ള ശുപാർശകളെല്ലാം എത്രത്തോളം പരിഗണിക്കപ്പെടുന്നു, നടപ്പിലാക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടും അങ്ങനെയുള്ള അധികാരപരിധിയിൽ വരുന്നതും അത്രമാത്രം പ്രാധാന്യം ഉള്ളതുമായിരുന്നു. ഹേമ കമ്മിറ്റിയുടെ പ്രവർത്തനം മലയാള ചലച്ചിത്ര വ്യവസായത്തിലെ ആഴത്തിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള ഒരു നിർണായക ചുവടുവെപ്പായി കാണപ്പെട്ടു. വ്യക്തമായ അന്വേഷണങ്ങൾക്കും തെളിവെടുപ്പിനും ശേഷം സമർപ്പിച്ച വിശദമായ റിപ്പോർട്ടിൽ മലയാള ചലച്ചിത്ര മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന സുരക്ഷയും ലിംഗസമത്വവും തുടങ്ങി വിവിധ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള സുപ്രധാന നിർദ്ദേശങ്ങളും നടപടികളും ശുപാർശ ചെയ്തിരുന്നു. എന്നാൽ റിപ്പോർട്ട് പുറത്തുവിടുന്നതിൽ ഉണ്ടായ 4.5 വർഷത്തെ കാലതാമസം ഒരു കമ്മീഷൻ്റെയും അവരുടെ റിപ്പോർട്ടിൻ്റെയും പ്രസക്തി തന്നെ ഇല്ലാതാക്കുന്നതായി. ഇരയാക്കപ്പെട്ടവരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ശക്തമായ നടപടികൾ എടുക്കാമായിരുന്നിട്ടും കാര്യമായ വീഴ്ച വരുത്തി. സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള സർക്കാരിൻ്റെ പ്രതിബദ്ധതയെക്കുറിച്ച് വ്യാപകമായ സംശയത്തിന് ഇടയാക്കി. നിർണായക പരിഷ്കാരങ്ങൾ വൈകിപ്പിച്ചു. അത് ഇരകളുടെയും അടുത്തവരുടെയും മനോവീര്യത്തെ ഒരുപോലെ ബാധിക്കുകയും ചെയ്തു. വിഷയത്തിൻ്റെ ഗൗരവവും സാഹചര്യവും ഒരു ജുഡീഷ്യൽ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ പ്രാധാന്യവും കണക്കിലെടുത്ത് റിപ്പോർട്ട് നേരത്തെ പുറത്തുവിടുവാനും സമയബന്ധിതമായി ആവശ്യമായ നടപടികൾ സ്വീകരിക്കുവാനും സർക്കാർ തയ്യാറാകണമായിരുന്നു. ഞാൻ നിങ്ങളുടെ ഷറഫ് വക്കീൽ.